രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയൊരു മാറ്റമാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ UDF-ൽ. രമേശ് ചെന്നിത്തല അനാവശ്യമായി വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു വ്യക്തതയില്ലാതെ വെറുതെ സർക്കാരിനെ കുറ്റം പറയുന്ന ഒരു രീതിയായിരുന്നുവെങ്കിൽ അന്ന് രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു വാർത്താ സമ്മേളനത്തെ മീഡിയ മാനിയ എന്നാണ് എല്ലാവരും പൊതുജനമടക്കം വിശേഷിപ്പിച്ചത്. കാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 12 മണി അല്ലെങ്കിൽ ഒരു 12:30 ആകുമ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി വെറുതെ സർക്കാരിനെ കുറ്റം പറയുന്നു. പക്ഷെ അതിലൊരു കണ്ടന്റുമില്ല, ഒരു കാര്യവുമില്ല. എങ്കിൽ വി.ഡി. സതീശൻ അങ്ങനെ ആയിരുന്നില്ല. അനാവശ്യമായി വാർത്താ സമ്മേളനമെല്ലാം ഒഴിവാക്കി കാര്യങ്ങൾ, അതായത് സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കൃത്യമായി പഠിച്ച് കുറുക്കിക്കൊള്ളുന്ന തരത്തിലുള്ള മറുപടികളാണ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് പൊതുജനങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് വി.ഡി. സതീശൻ എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ്, എന്താണ് സർക്കാർ കാണിച്ച അഴിമതികൾ, അതിൽ കേരളത്തിൽ എത്ര നഷ്ടമുണ്ടായി, എന്തൊക്കെ പൊതുജനങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ നഷ്ടങ്ങളുണ്ടായി എന്നെല്ലാം കൃത്യമായി തന്നെ വി.ഡി. സതീശൻ അത് പറയുകയും ചെയ്തു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഒരു തരത്തിലുമുള്ള വിക്കുണ്ടാകാതെയോ അല്ലെങ്കിൽ ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വെള്ളം കുടിക്കുന്ന രീതി അല്ലെങ്കിൽ നാളെ പറയാമെന്നൊക്കെയുള്ള ഒരു രീതിയും ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായുള്ള ഒരു മറുപടി, അതിന് മറുപടി പറയാൻ താല്പര്യമില്ലെങ്കിൽ മറുപടി പറയാൻ താല്പര്യമില്ല എന്നുള്ളൊരു രീതിയായിരുന്നു വി.ഡി. സതീശൻ എടുത്തത്. എന്ത് അഴിമതിയൊക്കെയാണ് ഇടതുപക്ഷം കാണിച്ചതെന്നുള്ളത് തെളിവ് സഹിതം, വെറുതെ വാക്കാൽ ഉള്ള ഒരു പറച്ചിലല്ല, തെളിവ് സഹിതം അത് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കാനും വി.ഡി. സതീശന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വി.ഡി. പ്രതിപക്ഷ നേതാവായതോടെ UDF-ന് കൃത്യമായ ഒരു ട്രാക്ക് ഉണ്ടാവുകയും മുമ്പുണ്ടായിരുന്ന എല്ലാ സിസ്റ്റങ്ങളും അഴിച്ചു പണിത് പുതിയൊരു ദിശ തന്നെ വി.ഡി. സതീശൻ UDF-ന് നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം UDF ഒറ്റക്കെട്ടാണ്. അതായത് UDF-ൽ പലതരത്തിലുമുള്ള ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പ് ഒന്നും തന്നെ ഇല്ല, ഒറ്റക്കെട്ടാണ് UDF. ടീം UDF എന്ന വാക്ക് പലതവണ മാധ്യമങ്ങളുടെ മുന്നിൽ വി.ഡി. സതീശൻ ഉപയോഗിച്ചു. അത് ജനങ്ങൾക്കും വലിയ രീതിയിൽ അവർക്ക് ഏറ്റെടുക്കാനുള്ള ഒരു താല്പര്യമായി. അങ്ങനെ അത് ജനങ്ങളുടെ മുന്നിൽ വി.ഡി. സതീശൻ തെളിയിച്ചു. ടീം UDF ആണ്, അത് ഒറ്റക്കെട്ടാണ്, അതിൽ പലതരത്തിലുള്ള ഗ്രൂപ്പുകളില്ല, ഗ്രൂപ്പ് പോരുകളില്ല എന്നെല്ലാം വി.ഡി. സതീശൻ തെളിയിച്ചു. അതിൽ വി.ഡി. വിജയിക്കുകയും ചെയ്തു. ഗ്രൂപ്പ് സമവാക്യങ്ങളും ഹൈക്കമാൻഡ് തലപ്പത്തെ ചർച്ചകളും വഴിമാറിയപ്പോൾ അർഹതയ്ക്കുള്ള അംഗീകാരം എന്നോണം വി.ഡി. സതീശന് നറുക്ക് വീണത്. KSU കാലഘട്ടം മുതൽ അദ്ദേഹത്തിന് അർഹിച്ച പല പദവികളും കപ്പിനും ചൂണ്ടിനുമിടയിൽ വഴുതിപ്പോയ ചരിത്രമാണുള്ളത്. അതായത് 2011 ഉറപ്പിച്ച മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നിർണായകമായ പദവി, അതെല്ലാം നഷ്ടമായപ്പോഴും തളരാതെ പോരാടിയ സതീശന് ഗോഡ് ഫാദർമാരില്ലാത്ത രാഷ്ട്രീയക്കാരൻ എന്ന ലേബലിൽ നിന്നുള്ള ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവ് കൂടിയായി ഈ പദവിയെ കാണാൻ സാധിക്കും. UDF-നെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇത്തവണ സതീശൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഗ്രൗണ്ട് ലെവലിലെ കൃത്യമായ കണക്കുകൂട്ടലുകളും ആത്മവിശ്വാസവും കൈമുതലാക്കിയ അദ്ദേഹം നടത്തിയ പ്രവചനങ്ങൾ അക്ഷരം പ്രതി ശരിവെക്കുന്നതായിരുന്നു. മെയ് 4-ന് പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് ഫലം അതെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ളതായിരുന്നു. 100-ലധികം സീറ്റുകൾ നേടി മുന്നണി വൻ വിജയം കൈവരിച്ചതോടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് ഏകദേശം ഉറപ്പിച്ചെങ്കിലും പിന്നീട് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന നീക്കങ്ങൾ രാഷ്ട്രീയ കേരളത്തെ മുൾമുനയിൽ നിർത്തി. രമേശ് ചെന്നിത്തലയുടെയും ദേശീയ രാഷ്ട്രീയത്തിലെ കരുത്തനായ KC വേണുഗോപാലിന്റെയും പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നതോടെ കോൺഗ്രസിനുള്ളിൽ തർക്കം അതിരൂക്ഷമായി. AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്തുകിനും കേരളത്തിൽ എത്തി MLA-മാരുടെ അഭിപ്രായം തേടിയെങ്കിലും ആദ്യഘട്ടത്തിൽ KC വേണുഗോപാലിനായിരുന്നു മുൻതൂക്കം. ഇതോടെ സതീശൻ പക്ഷം നിരാശയിലായെങ്കിലും മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തിന്റെയും നിലപാടുകൾ നിർണായകമായി മാറി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഘടകകക്ഷികളുടെ കർക്കശമായ ആവശ്യം ഹൈക്കമാൻഡ് അവഗണിക്കാനായില്ല. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ഒരു നീക്കം നടത്തിയത് മുതിർന്ന നേതാവ് VN സുധീരന്റെ നിലപാടാണ്. അതായത് സുധീരൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് ജനവികാരം സതീശന് അനുകൂലമാണെന്നും അത് അവഗണിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സുധീരൻ രാഹുൽ ഗാന്ധിയെ നേരിട്ട് ബോധ്യപ്പെടുത്തി. മുഖ്യമന്ത്രി തീരുമാനത്തിന് പിന്നാലെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാഹചര്യമുണ്ടായാൽ അത് പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്നും ഉപതെരഞ്ഞെടുപ്പ് എന്തിനെന്ന് ജനങ്ങളോട് കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ വ്യക്തമായ ഒരു മറുപടി നൽകേണ്ടി വരും കോൺഗ്രസിനെന്ന് സുധീരന്റെ മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധി തള്ളില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ തുടങ്ങിയ നേതാക്കളും സതീശനായി നിലകൊണ്ടതോടെ ഹൈക്കമാൻഡ് തീരുമാനം മാറ്റുകയായിരുന്നു. തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങിയപ്പോൾ കേരളത്തെ നയിക്കാനുള്ള നിയോഗം ഒടുവിൽ വി.ഡിയുടെ കയ്യിലേക്ക് വന്നു ചേർന്നു.